പരിപാടിയൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കണ്. കാര്യം പറ. ഓ ഫ്രീ ആണ്. കല്യാണോ? ആരാടാ? കുഞ്ഞമ്മയുടെ മോളുടെ. ആ ശരി, എവിടെ വെച്ച്? വൈക്കോ? ലോങ് 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 ടു ലോങ് ബൈ ബൈ. ഭയങ്കര ദൂരടാ, എന്നൊക്കെ പോണാ. പ്രത്യേകിച്ച് നമുക്ക് അറിയാത്തൊരാള്. നിന്റെ കുഞ്ഞമ്മയുടെ മോളെന്ന് പറഞ്ഞാലും അല്ല അങ്ങനെയല്ലേ, ഞാൻ ചുമ്മാ ഇതിനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ പോവല്ലോ. വലിയ മാറ്റമൊന്നുമില്ല. ശരിടാ, അപ്പൊ പോയേക്കാം. നീ വിളി. ഇവന്റെ കാര്യം എന്താ ഈ ഫ്രണ്ട് വിളിച്ചത്. അവന്റെ കുഞ്ഞമ്മയുടെ മോളുടെ കല്യാണം വൈക്കത്ത് വെച്ചാണ് കല്യാണം. ഞാൻ ചോദിച്ചേ, ഇതിപ്പം ഇത്രയും ദൂരമുള്ളൊരു കല്യാണമാണല്ലോ, മാത്രമല്ല എനിക്ക് ഇവരെ അങ്ങോട്ട് നേരിട്ട് കണ്ട് പരിചയമില്ല. അപ്പൊ അവൻ പറയാണ്, നീ എന്താ വലിയ ഡിമാൻഡ് അടിക്കണ്, അല്ലെങ്കിൽ വഴി കൂടെ പോണ എല്ലാ കല്യാണത്തിനും കയറി ചെന്ന് സദ്യ കഴിക്കണമല്ലേ എന്ന്. അത് കറക്റ്റല്ലേ ആ ചേട്ടൻ പറഞ്ഞേ? പണ്ട് ചേട്ടൻ വിളിക്കാത്ത കല്യാണത്തിന് എല്ലാം പോവായിരുന്നല്ലേ? ആ അതാണ് പണ്ട്, ഇപ്പല്ല. പണ്ടല്ല, ഇപ്പോഴും. കല്യാണാലോചനയാണല്ലോ കേശു. യൂണിവേഴ്സിറ്റി റാങ്ക് ഒക്കെ കിട്ടിയ ശേഷം ചെക്കന്റെ റേഞ്ച് ഒക്കെ ഇങ്ങോട്ട് മാറിയിരിക്കണ. എന്തിനാണ് പറഞ്ഞു പറഞ്ഞ? ഫുഡ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന മറിച്ചെണ്ണ പോളാ. അമ്മായിയമ്മയുടെ പേര് മഞ്ജു എന്നാ. ആര് പറഞ്ഞേ? കടയാൻറ്റി പറഞ്ഞതാ. ചുമ്മാളിയാ, ഓരോന്നും ആവശ്യമില്ല വിളിച്ചോ. നാളെ ഒന്നും മൈൻഡ് ചെയ്യൊന്നും വേണ്ട. പിന്നെ വിളിച്ചേണ്ട മോള് യാതൊരു വിലയില്ലാതിരുന്ന ചേട്ടനാ ഒരു റാങ്ക് കിട്ടിയപ്പോഴത്തേക്ക് കണ്ട ഇതാ പറയുന്നത്. ഇതാ പറയണത്, പറയടി, ഇതാ പറയണത്. ബാക്കി പറഞ്ഞാലേ ശരിയാക്കും. ബാക്കി അളിയാ, എന്റെ അമ്മായിയമ്മയായിട്ട് നമ്മുടെ അമ്മൂമ്മ ഫോണിൽ സംസാരിക്കണു. പോലെ എവിടുന്നു അമ്മായിമ്മ പോലും. വന്നൊരു കാര്യം ചോദിക്കട്ടെ, എന്തര്? നിനക്ക് ഈ മറിച്ചേട്ടനെ അറിയാ? എനിക്കൊന്നും അറിഞ്ഞൂടാ. കണ്ട എപ്പോഴോ കണ്ട ഒരു ഓർമ്മ. മറിച്ചേട്ടന്റെ മോളെ അറിയൂ? കണ്ടിട്ടുണ്ടോ? ഒരു തവണ അമ്പലത്തിൽ പോയപ്പോ കണ്ട, ദൂരെ കൂട്ടി കണ്ടു. മോള് സുന്ദരിയാ? സുന്ദരിയാണെങ്കിൽ എന്തല്ലെങ്കിൽ എന്തെന്തളിയാ? അല്ല, ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ചിന്തിച്ചാലും 4 വർഷം ശേഷേ കല്യാണം ഉള്ളേ. ചുമ്മാളിയാ, അവർ ചുമ്മാ കണ്ട് സംസാരിച്ചിട്ടുണ്ടോ കൂട്ടത്തിൽ എങ്ങാണ്ട് പറഞ്ഞത്. ആളെയും ചുമ്മാ ഇതൊക്കെ പിടിച്ചോണ്ട് വരാനായിട്ട്. എന്ത് അതുപോലെ കനകാന്റി പറഞ്ഞു, ഈ പെണ്ണേ അത്യാവശ്യം സ്വത്തൊക്കെ ഉള്ള കൂട്ടത്തിലെയാ. ഇനി ഇപ്പൊ പടവലത്ത് പോയി അവിടത്തെ പറമ്പിൽ കിളച്ച ശേഷം ഭാര്യ വീട്ടിലെ പറമ്പിൽ പോയി കിളയ്ക്കാം. ഫുള്ള് കിള തന്നെ കിള. ആഗ്രഹിച്ച പോലെ ഒരു കർഷകനായല്ലോ, എനിക്ക് അത് മതി. ചേട്ടാ, ഭാര്യ വീടാന്നും പറഞ്ഞ ഉഴപ്പല്ലേ? അമ്മായിയപ്പന്റെ കയ്യിന്ന് അമ്മായിയമ്മയുടെ കയ്യിന്ന് നല്ലത് കിട്ടും. അളിയാ, ഇനിയിപ്പൊ ഭാര്യ വീട്ടിൽ നിന്ന് ഭാര്യയുടെ അച്ഛനോ അമ്മയോ ഒരു അടി തരികയാണെങ്കിൽ അങ്ങ് കൊള്ളുക. എന്നിട്ട് പട്ടിയെ പോലെ അവിടെ അടിമ പണി കിടത്ത് അങ്ങ് കിളക്കുക. അടിമയെ പോലെ ജീവിക്കുക. അടിമയെ പോലെ ജീവിക്കുക. കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചുമ്മാ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടല്ലോ. ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല അളിയാ. ഞാൻ